ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഈ പ്ലേറ്റിലാണ് ഫുഡ്. പപ്പടം, പിന്നെ മോരുകറി, സാമ്പാർ, സലാഡ്, അച്ചാർ, തോരൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഫുഡ്. കഴിച്ചു നോക്കട്ടെ. ആലപ്പുഴ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് നല്ലതാണ്. കാരണം കൂടുതൽ ഹൗസ് ബോട്ടുകളുള്ള ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടിയ സമയമാണ് ഈ സീസൺ ആണല്ലോ. അതിന്റെ വെളിച്ചത്തിൽ നല്ല നല്ല ബോട്ടുകളുണ്ടായിരുന്നു. ഉള്ളിൽ നല്ല സൗകര്യങ്ങളുണ്ട്. കുറച്ചുപേര് പാട്ടുപാടി, ഞങ്ങളൊക്കെ പാട്ടുപാടി തകർത്തു. ഗ്രൂപ്പ് സോങ് പാടി ആടിക്കളിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്ന് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഇല്ല. അവർ നാട്ടിൽ പോയവർക്കാണ്. മോളുടെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ വെക്കേഷന് നാട്ടിൽ പോയി അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പാണ്. ഞാൻ ഇന്ന് പോകുന്നത് എറണാകുളം ടു ആലപ്പുഴ. ആലപ്പുഴയിൽ പോയിട്ട് അവിടുത്തെ ബോട്ട് യാത്രയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പോണത് എറണാകുളം KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു പാക്കേജിലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കോർഡിനേറ്ററിൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ 8:15 ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ട്രിപ്പ്. രാവിലെ 8:15 രാത്രി ഒരു 8-9 മണിക്കാകുമ്പോൾ ഞങ്ങളിവിടെ തിരിച്ചെത്തും. അപ്പോൾ ഈ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നു കേട്ടോ. അപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ പോണത്, KSRTC ഉല്ലാസയാത്ര. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് എൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ആലപ്പുഴയിലെത്തി അല്ലേ. നല്ലൊരു യാത്രയായിരുന്നു. എല്ലാ യാത്രക്കാരും നല്ല ആക്റ്റീവായിരുന്നു. പാട്ടുപാടി മിമിക്രി കാണിച്ചിട്ടും സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഞങ്ങൾ നേരെ പോണത് ഹൗസ് ബോട്ട് യാത്രയ്ക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പക്ഷേ അതിന് മുമ്പേ കുറച്ചൊന്ന് ഒരു ചായയോ കോഫിയോ കുടിച്ചിട്ട് പോവാം. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചു, 2 അപ്പം കഴിച്ചു, കടലക്കറി കഴിച്ചു. ഹോട്ടലിൽ നല്ല തിരക്ക്, അത് കാരണം അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ പോണത് ഞങ്ങളുടെ ബോട്ട് യാത്രയ്ക്കാണ്. അപ്പോൾ ഈ ബോട്ട് യാത്ര ഞങ്ങളുടെ KSRTC ടൂറിസത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക്ഡ് ആണ്. ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ മുഴുക്ക ഹൗസ് ബോട്ടുകളാണ്. ഇവിടെ നിരനിരാന്ന ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുള്ളിലൊന്ന് കയറട്ടെ. അപ്പോൾ ഈ ബോട്ടിലാണ് ഞങ്ങൾ പോണത്. അടിപൊളി ബോട്ടാണ്. ഈ ചേട്ടാണ് ഞങ്ങളുടെ സാരഥി. ഉള്ളിലത്തെ കാഴ്ചകൾ സൂപ്പറാണ് കേട്ടോ. അത് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വീട്ടിലേക്ക് വന്ന മാതിരിയുണ്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരില്ലേ, അതേമാതിരി ഒരു കാഴ്ചയാണ്. ഇവിടെ റൂംസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. നല്ല റൂമാണ് കേട്ടോ. കണ്ടോ, റൂമൊക്കെ നല്ല ലാവിഷ് റൂമാണ്. നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം, കടക്കാം. ഓക്കെ, ഒരു 5 മണിക്കൂർ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാവും. AC ഉണ്ട്, ഫാൻ ഉണ്ട്. ലക്ഷറിയസ് ബോട്ടാണ്. ഇവിടെ കയറി ഉടനെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. നല്ല തണുപ്പുള്ള വെൽക്കം ഡ്രിങ്ക്സ് ആണ്. സൂപ്പർ. ഒരു 2 ഗ്ലാസ് കൂടി കുടിച്ചാൽ സൂപ്പറായിട്ട്. നേട്ടാ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ബോട്ടിലേക്ക് കയറിയപ്പോൾ എങ്ങനെ തോന്നുന്നു? നല്ല ബോട്ടിന്റെ സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യം. അതെ അതെ അതെ. ഒരു ബോട്ടിന്റെ മാക്സിമം സൗകര്യം ഇവർ ഒതുക്കിയിട്ടുണ്ട്. അതെ അതെ. അതിന്റെ നമ്മള് നടപ്പാതകൾ എല്ലാം ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കും. അതെ, കറക്റ്റ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഇതിങ്ങനെ മുകളിലേക്ക് പോവാം. ആഹാ, മുകളിലത്തെ കാഴ്ചകൾ സൂപ്പറാണല്ല. കണ്ട, ഇവിടെ ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നമ്മളുടെ വീട്ടിലത്തെ ഈ ബാൽക്കണി പറയില്ലേ,
അങ്ങനത്തെ ഒരു സിസ്റ്റം മാതിരിയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ടൗൺസിലെ കാഴ്ചകളൊക്കെ കാണും. ഇതാ ഡൈനിങ് ടേബിള്, വലിയൊരു ഹാളാണിത്. ഇവിടെ എല്ലാവരും, ഇതൊക്കെ നമ്മളെ ബസ്സിലത്തെ യാത്രക്കാരാണ് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യാണ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഡൈനിങ് ടേബിള്, ഫാന്, കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പം നമുക്ക് കിച്ചൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇപ്പം ഞാൻ കിച്ചൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കിച്ചൺ. കിച്ചൺ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ഇവിടെ കിച്ചണിലിപ്പോൾ പാചകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിലാണ് എൻജിന്. കടകട സൗണ്ട് വരുന്നത്. നല്ല മീൻ, ഇതേത് കരിമീനാ? കരിമീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പച്ചക്കറിയാ? സലാഡ് ഇല്ലേ? ഇത് സലാഡിന് വേണ്ടി അരിഞ്ഞു വെച്ചെടുക്കും. ചിക്കൻ സാമ്പാർ കണ്ടല്ലേ? ചിക്കൻ സാമ്പാർ, ചിക്കൻ സാമ്പാർ വേറെ വേറെ. അപ്പൊ ഇതാണ് കിച്ചന്റെ ഒരു സെറ്റപ്പ്. ചെറിയ സെറ്റപ്പാണ്, ചില അടിപൊളിയാണ്. നമുക്ക് ഇതിനും മീനൊക്കെ മുറിച്ചുണ്ടാക്കണം ചേട്ടൻ. ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെ? ഇവിടുന്ന് നമുക്ക് കാഴ്ചകൾ കാണാം കേട്ടാ. ഇത് ഏതാ സ്ഥലം ഏട്ടാ? പള്ളാത്തുരുത്തി. ഇവിടെ 4 പുറം നോക്കിയാൽ നമുക്ക് ഹൗസ് ബോട്ടുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഓരോരോ സ്ഥലത്തിന് വന്നെടുക്കാണ്. ചുണ്ടൻ വെള്ളം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ ബോട്ട് ഹോൾട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് കുട്ടമംഗലം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ലഞ്ച് കഴിക്കാൻ പോവാണ്. വെജ് നോൺ വെജ് രണ്ടും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ലഞ്ചിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നോക്കാം. ഇവിടെ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം, സലാഡ്, പിന്നെ ഒരു മോര് കറി, പിന്നെ ഇതും ഒരു മോര് കറിയാണ്. ഇത് അതെന്താണ്? ചിക്കനാ? ചിക്കൻ. പിന്നെ ഇത് ഒരു പയർ തോരൻ, ഇത് ക്യാബേജിൻ്റെ തോരൻ, ഇത് ചിക്കൻ കറി, ഇത് സാമ്പാർ. അപ്പോൾ വെജുകാർക്ക് നോൺ വെജുകാർക്ക് 2 പേർക്കും ഉണ്ട് കേട്ടോ. ഒരു പാർഷ്യാലിറ്റി ഇല്ല. നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് കഴിക്കാം, വെജ് കഴിക്കുന്നവർക്ക് വെജ് കഴിക്കാം. കുറേശ്ശെ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഈ പ്ലേറ്റിലാണ് ഫുഡ്. പപ്പടം, പിന്നെ മോര് കറി, സാമ്പാർ, സലാഡ്, അച്ചാർ, തോരൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഫുഡ്. കഴിച്ചോട്ടെ. പിന്നെ നോൺ വെജുകാർക്ക് ഇവിടെ കരിമീൻ വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നോൺ വെജുകാർക്ക് ടെൻഷനില്ല. ചിക്കൻ ഉണ്ട്. വെജുകാർക്ക് നമ്മൾ നോർമൽ സദ്യയിലത്തെ കുറച്ച് ഐറ്റങ്ങളാണ്. ഏകദേശം ഒരു 1-1.5 ആയി ഫുഡ് കഴിക്കാൻ. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി. കാരണം അത്രയ്ക്ക് നല്ല കാറ്റ്. ജസ്റ്റ് ഒന്ന് കടന്നത്, ഒന്ന് ഉറങ്ങിപ്പോയി. ഹൗസ് ബോട്ട് യാത്ര ഏകദേശം കഴിയാറായി.
ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ സ്നാക്സും ചായയും കോഫിയും ഒക്കെ വരും. അത് കഴിഞ്ഞ് നമ്മൾ കരയിലേക്ക് ഇറക്കും അല്ലേ. അങ്ങനെ ചായ കുടിക്കാനുള്ള സമയമായി. അപ്പോൾ ചായയും പഴംപൊരിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പഴംപൊരി 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 അങ്ങനെ ആ തിരക്കിലേ ഞാനും പോയിട്ടൊരു പഴംപൊരി എടുത്തു. നല്ല ചൂടുള്ള പഴംപൊരിയാണ്, നല്ല അടിപൊളി പഴംപൊരി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് യാത്ര ഇവിടെ തീർന്നു. ഹൗസ് ബോട്ട് യാത്രത്തെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ രാവിലെ 11 മണിക്ക് ബോട്ടിൽ കയറിയതാണ്. ഏകദേശം ഒരു 4:30-5 മണി വരെ ഞങ്ങൾ ബോട്ടിലുണ്ടായിരുന്നു. അറൗണ്ട് 6 hours ഞങ്ങൾ ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അവിടെ എന്താണെന്ന് പറയുക, ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലഞ്ചും സ്നാക്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഓരോ കലാപരിപാടികൾ, പാട്ടും കൂത്തും ഡാൻസും ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നല്ല കാറ്റിൻ്റെ കാര്യം എടുത്തു പറയാണ് കേട്ടോ. നല്ല കാറ്റാണ്. നമ്മളൊന്ന് ഇരുന്നങ്ങനെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. ഇത് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു? ആലപ്പുഴ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് നല്ലതാണ്. കാരണം കൂടുതൽ ഹൗസ് ബോട്ടുകളുള്ള ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടിയ സമയമാണ് ഈ സീസൺ ആണല്ലോ. അതിന്റെ വെളിച്ചത്തിൽ നല്ല നല്ല ബോട്ടുകൾ ഉണ്ടായിരുന്നു. ഉള്ളിൽ നല്ല സൗകര്യങ്ങളുണ്ട്. കുറച്ചുപേര് പാട്ടുപാടി, ഞങ്ങളൊക്കെ പാട്ടുപാടി തകർത്തു. ഗ്രൂപ്പ് സോങ് പാടി ആടിക്കളിച്ചു. സമയം പോയത് അറിഞ്ഞില്ല സത്യത്തിൽ. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യ പോലെയുള്ള ഭക്ഷണമായിരുന്നു. സത്യം. ഇനി നമുക്ക് ആലപ്പുഴ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ആലപ്പുഴ ബീച്ച്. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ഒരു 5 മണിക്ക് എത്തി. നല്ല സൺസെറ്റിൻ്റെ സമയമാണ്. നല്ല വൈബാണ്, പോസിറ്റീവ് വൈബാണ് കേട്ടോ. നല്ല തിരക്കാണ്. നമ്മുടെ ടീമൊക്കെ ഇവിടെ സ്റ്റക്കായി പോയല്ലോ. ഞങ്ങൾ ബീച്ചിൽ വന്നത് കറക്റ്റ് സമയത്താണ് വന്നത്. നല്ല തണുപ്പ്, നല്ല കാറ്റ്, വെയിലൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം 1 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ ബീച്ചൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് കോളിഫ്ലവറിൻ്റെ ബജ്ജി കഴിക്കാം. അങ്ങനെ ബീച്ചിൽ വന്നിട്ട് ഒന്നും കഴിച്ചില്ല എന്ന് വേണ്ട. അപ്പോൾ ബീച്ചിൽ വന്നിട്ട് ഞാൻ കോളിഫ്ലവർ ബജ്ജി വാങ്ങി. ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ഉള്ള സമയമായി. ഇന്നത്തെ ദിവസം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. രാവിലെ 8 മണിക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഒരു 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ട് അവിടുത്തെ ഹൗസ് ബോട്ട് യാത്രാ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചിലും അടിപൊളി വൈബ് തന്നെയായിരുന്നു. ഹൗസ് ബോട്ടിൽ ഒരു അറൗണ്ട് 6 hours ഉണ്ടായിരുന്നു. 6 മണിക്കൂർ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ബീച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പവർ ഹൗസിലേക്ക് പോയി. പക്ഷേ പവർ ഹൗസിന് സമയം കഴിഞ്ഞു. അവിടെ 5:30 വരെ ഉള്ളൂ. ഞങ്ങളവിടെ എത്തിയത് 6:30-ക്കാണ്. അപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല, അതൊന്ന് മിസ്സായി. പിന്നെ ഈ KSRTC ടൂറിസം കോർഡിനേറ്ററിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ ഇവർ ഓരോരോ ദിവസം ഓരോരോ ആഴ്ചയായിട്ടും അങ്ങനെയാണ് ഇവരുടെ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ.